എല്ലാവർക്കും എയ്സാപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ് കുമാർ, എയ്സിലെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 20ഓളം ക്വസ്റ്റ്യൻസാണ്. മുൻവർഷം എക്സാമിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയ് മാസം 2-ാം തീയതി നടന്നപ്പോൾ 2026 മെയ് മാസം 2-ാം തീയതി നടന്നപ്പോഴും അതുപോലെ തന്നെ മെയ് മാസം 16-ാം തീയതി നടന്നപ്പോഴും ഡിഗ്രി ലെവൽ പ്രിലിംസ് 1-ാം ഘട്ടവും 2-ാം ഘട്ടവും എയ്സിൻ്റെ മെറ്റീരിയലിൽ നിന്നും 15ഓളം ചോദ്യങ്ങളാണ് എയ്സിൻ്റെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയലിൽ നിന്നും 15ഓളം ചോദ്യങ്ങളാണ് എക്സാമിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്യുന്നതായ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന LP-UP എക്സാമിനും അതുപോലെ തന്നെ ജനറൽ PSC എക്സാമിനും അതുപോലെ തന്നെ LD ക്ലർക്ക് എല്ലാ എക്സാമിനും ജനറൽ PSC എല്ലാ എക്സാമിനും നമുക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലായിരിക്കും ഈ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സാധാരണ രീതിയിൽ ഒരു ചോദ്യത്തിലാണ് ഒരു ആർട്ടിക്കിൾ ചേർക്കാൻ നമ്മളോട് പറയാം. ഒരു സെൻറ്റൻസിനകത്ത് ഒരു ആർട്ടിക്കിൾ ചേർക്കാനാണ് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരേ വാചകത്തിനകത്ത് 2 ആർട്ടിക്കിൾ ചേർക്കാൻ നമ്മളോട് പറയും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. സംഭവം എന്താ? ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഒന്നാമതായി തന്നിരിക്കുന്ന വാക്ക് ഏതാ? SI എന്നാണ്. ഇത് ഉച്ചരിലാണ് നമ്മൾ നോക്കുക. ഇത് ഷോർട്ട് ഫോമിലാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താ? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ്. SIO പോലീസ് എന്നാണ് അവിടെ ഉള്ളത്, അല്ലേ? SIO പോലീസ്. അപ്പോൾ SIO പോലീസ് എന്ന് പറയുമ്പോൾ അവിടെ ഉച്ചാരണം നമ്മൾ നോക്കണം. ഉച്ചാരണം എന്താ വരുന്നത്? എസ് എന്നാണ്. എ എന്ന ഉച്ചാരണം വരുന്നത്. ഇപ്പം ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങൾ നമുക്കറിയാം. ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങൾ? AEIOU. ഇതാണ് ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങൾ. അപ്പോൾ ഇതിൽ സ്വാഭാവികമായും ഈ സ്വരാക്ഷരങ്ങളെ മാറ്റി നിർത്തി ബാക്കി വരുന്ന അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളാണെന്ന് നമുക്കറിയാം. ദ റിമൈനിങ് ലെറ്റേഴ്സ് ആർ കൺസോണൻസ്. ബാക്കി വരുന്ന അക്ഷരങ്ങളാണ് ഇംഗ്ലീഷിൽ എന്തെന്ന്? വ്യഞ്ജനാക്ഷരങ്ങൾ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഈ പറയുന്ന ഈ 5 അക്ഷരങ്ങളും കൊണ്ടല്ല വാചകം ആരംഭിച്ചത്. ആ വേർഡ് ആരംഭിച്ചത് ഈ പറയുന്ന 5 അക്ഷരങ്ങൾ കൊണ്ടല്ല. പക്ഷേ ഏതുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നത്? ഈ വ്യഞ്ജനാക്ഷരം കൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏതാ വ്യഞ്ജനാക്ഷരം? എസ് എന്നതാണ്. പക്ഷേ അതിൻ്റെ ഉച്ചാരണം നമ്മൾ നോക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വേർഡ് ആരംഭിച്ചത് വ്യഞ്ജനാക്ഷരം കൊണ്ടാണ്. പക്ഷേ അതിൻ്റെ ഉച്ചാരണം എന്താ? സ്വരാക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ്. വേർഡ്സ് ബിഗിനിങ് വിത്ത് കൺസോണൻസ് ഏതുകൊണ്ട് ആരംഭിക്കുന്നു? വ്യഞ്ജനാക്ഷരം കൊണ്ട് ആരംഭിക്കുന്നു. ദയർ പ്രൊനൗൺസിയേഷൻ വിൽ ബി വവൽ സൗണ്ട്. അതിൻ്റെ ഉച്ചാരണം ഏതിൻ്റെ വരുന്നത്? സ്വരാക്ഷരം. അതുകൊണ്ട് ഇതിൻ്റെ മുൻപിലായി നമ്മൾ ചേർക്കാറുള്ളത് ആൻ എന്നാണ്. ആൻ SIO പോലീസ്. പക്ഷേ സബ് ഇൻസ്പെക്ടർ പോലീസ് എന്നാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോലീസ് എന്നാണ്. അടുത്ത വേർഡ് നോക്കൂ. ഇത് വായിക്കുന്നത് യൂക്കാലിപ്റ്റസ് എന്നാണ്. യൂക്കാലിപ്റ്റസ് എന്നാണ്, അല്ലേ? അപ്പോൾ യൂക്കാലി യായാണ് ഉച്ചാരണം വരുന്നത്. പക്ഷേ ആരംഭിച്ചത് ഏതുകൊണ്ടാണ്? EU, അല്ലേ? ഇവിടെ സ്വരാക്ഷരം കൊണ്ടാണ് ആരംഭിച്ചത്. പക്ഷേ ഉച്ചാരണം എന്താ? വ്യഞ്ജനാക്ഷരം. നേരത്തെയോ വ്യഞ്ജനാക്ഷരം കൊണ്ട് ആരംഭിച്ച ഉച്ചാരണം സ്വരാക്ഷരം. ഇവിടെയോ സ്വരാക്ഷരം കൊണ്ട് ആരംഭിച്ച ഉച്ചാരണം വ്യഞ്ജനാക്ഷരം. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ വരുന്നത് യായാണ്. യു, അല്ലേ? യാ രാ ല വാ ശ, അല്ലേ? വ്യഞ്ജനാക്ഷരത്തിൻ്റെ ഉച്ചാരണം. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ വേർഡ് വ്യഞ്ജനാക്ഷരം കൊണ്ട് ആരംഭിച്ച ഉച്ചാരണം സ്വരാക്ഷരം. അതുകൊണ്ട് അതിൻ്റെ മുൻപിൽ എന്ത് ചേർത്തു? ആൻ ചേർത്തു. അങ്ങനെയാണെങ്കിൽ യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്നത് ഉച്ചാരണ പ്രകാരം വ്യഞ്ജനാക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ചേർക്കും? എ ചേർക്കും. അപ്പോൾ ആൻ എന്നതും എ എന്നതും. അപ്പോൾ ആൻ SIO പോലീസ് എന്നും യൂക്കാലിപ്റ്റസ് എന്നും ആണ് നമുക്കവിടെ വേണ്ടത്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന മെയിൻ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആൻ എന്നും എ എന്നുമാണ് ആൻസർ. ദെൻ സെക്കൻഡ് വൺ നാമവുമായി ബന്ധപ്പെട്ടതാണ്. സിംഗുലർ പ്ലൂറൽ സ്വാഭാവികം എല്ലാ എക്സാമിനും നമ്മളോട് ചോദിക്കുന്നത്. സിംഗുലർ പ്ലൂറൽ ഇവിടെ പെയറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എവിടെയൊക്കെ നമുക്ക് പ്ലൂറലാക്കാം എന്നുള്ളതാണ് ചോദ്യം. കമാൻഡർ ഇൻ ചീഫ് എന്നാണ്. കമാൻഡർ ഇൻ ചീഫ് എന്നതിൽ നമ്മൾ പ്ലൂറലാക്കുമ്പോൾ കമാൻഡർ എന്നതിനോടുകൂടി എന്ത് ചേർക്കും? നമ്മൾ S ചേർക്കും. നേരെ കമാൻഡേഴ്സ് എന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഇൻ ചീഫ് എന്നാണ്. കമാൻഡർ ഇൻ ചീഫ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ എന്നതിനോടുകൂടി സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, മദർ ഇൻ ലോ അങ്ങനെ വരുന്ന സമയത്ത് സിസ്റ്റർ എന്നതിനോടുകൂടി എന്ത് ചേർക്കും? നമ്മൾ S ചേർക്കും. അന്നേരം എന്തായി മാറും? അത് സിസ്റ്റേഴ്സ് എന്നായി മാറും. അപ്പോൾ സിസ്റ്റേഴ്സ് ഇൻ ലോ, ബ്രദേഴ്സ് ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ. അങ്ങനെയാണെങ്കിൽ കമാൻഡേഴ്സ് ഇൻ ചീഫ് എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇങ്ങനെ പെയറായിട്ട് ചോദിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ആശയക്കുഴപ്പമുണ്ടാവുക. അപ്പോൾ പെയറായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ ഭാഗത്താണ് എന്ത് ചെയ്യുക, നമ്മൾ യെസ് പ്ലൂറലാക്കുക. ആദ്യത്തെ ഭാഗത്ത് പ്ലൂറലാക്കുമ്പോൾ കമാൻഡർ എന്നതിനോട് കൂടി എന്ത് ചേർത്തു, എസ് ചേർത്തു. അന്നേരം നമുക്ക് എന്ത് കിട്ടി, കമാൻഡേഴ്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാചകത്തെ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ എന്നാണ്. ഇവിടെ നമ്മൾക്ക് എന്താ വന്നിരിക്കുന്നത്, സി എന്ന ക്രിയ. സി എന്നതിൻ്റെ അർത്ഥം എന്താ, ഇതൊരു വേർബാണ് അല്ലേ. സി എന്നതിൻ്റെ അർത്ഥം എന്താ, കാണുക എന്നാണ്. കാണുക അല്ലെങ്കിൽ കാണുന്നു എന്നാണ്. ഇതൊരു സ്റ്റാറ്റിക് വേർബാണ് അല്ലേ. യെസ്, ഏത് സി എന്നത് കാണുക അല്ലെങ്കിൽ കാണുന്നു എന്നതൊരു സ്റ്റാറ്റിക് വേർബാണ്. നോർമലി ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ദി കണ്ടിന്യൂസ് സെൻസ്. എവിടെ ഉപയോഗിക്കാറില്ല, കണ്ടിന്യൂസ് സെൻസിൽ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, സി എന്നത് ഒരു ക്രിയയുടെ V1 ആണ്. കാണുക അല്ലെങ്കിൽ കാണുന്നു എന്നാണ്. സി എന്ന ക്രിയയോടുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സഫിക്സ് ആയിട്ട് ING ചേർക്കുന്നു. സി പ്ലസ് ING സീയിങ് എന്നാണ്. സീയിങ് എന്നത് എന്തായി മാറി, ഒരു ജെറണ്ടായി മാറി. ഒരു ക്രിയയോടുകൂടി ING ചേർത്തപ്പോൾ ഇറ്റ് ബിക്കംസ് ജെറണ്ട്. അതെന്തായി മാറി, ക്രിയാനാമപദമായി മാറി, ജെറണ്ടായി മാറി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സീയിങ് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് സ്റ്റോപ്ഡ് ടോക്കിംഗ് എന്നാണ്. അധ്യാപകനെ കണ്ടതോടുകൂടി വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, സംസാരം നിർത്തി എന്നാണ്. അധ്യാപകനെ കണ്ടപ്പോൾ, അധ്യാപകനെ കണ്ടതോടുകൂടി. യെസ്, ഈ വാചകത്തിൽ നമുക്ക് വേണ്ടത് സീയിങ് എന്നാണ്. സീയിങ് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് സ്റ്റോപ്ഡ് ടോക്കിംഗ് എന്നാണ്. മാത്രമല്ല ഈ വാചകം ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. എന്താ സിമ്പിൾ സെൻറ്റൻസിൻ്റെ പ്രത്യേകത, സിമ്പിൾ സെൻറ്റൻസ് കണ്ടെയ്ൻസ് വൺ സബ്ജക്റ്റ് വൺ വേർബ്, ഓർ സിമ്പിൾ സെൻറ്റൻസ് കണ്ടെയ്ൻസ് വൺ മെയിൻ ക്ലോസ് ഓൺലി. എന്ത് മാത്രമേ വരുന്നുള്ളൂ, ഒരു മെയിൻ ക്ലോസ് മാത്രമേ വരുന്നുള്ളൂ. ഈ വാചകത്തിൽ ഒരു മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റുഡൻസ് എന്നതാണ് സബ്ജക്റ്റ്. പിന്നെയോ വേർബിൻ്റെ പാസ്റ്റ് ആണ് സ്റ്റോപ്ഡ് എന്നത്, അത് V2 ആണ്, പാസ്റ്റ് ഫോം ഓഫ് സ്റ്റോപ്പ്. അടുത്ത നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ, ഇംപ്രൂവ് ദ അണ്ടർലൈൻഡ് സെഗ്മെൻറ്റ് ഗ്രാമാറ്റിക്കലി. യെസ്, ദിസ് പാർട്ട് ഈസ് ടേക്കൺ ഫ്രം. ഈ ഭാഗം ഏതിൽ നിന്നാണ് എടുക്കുന്നത്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൽ നിന്നാണ് എടുക്കുക. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കെൻകോഡ് എന്ന പാർട്ടിൽ നിന്നാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഏതാ, ഐദർ അല്ലെങ്കിൽ ഈദർ എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്താ വന്നിരിക്കുന്നത്, ഓർ എന്നാണ്. അപ്പോൾ ഈദർ ഓർ അല്ലെങ്കിൽ ഐദർ ഓർ, ഈദർ ഓർ അല്ലെങ്കിൽ ഐദർ ഓർ, രണ്ട് ഉച്ചാരണം നമുക്ക് വരാം. ഇവിടുത്തെ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത നോക്കണം. യെസ്, ഫസ്റ്റ് വൺ സിംഗുലർ ആണ്, സെക്കൻഡ് വൺ എന്താണ്, പ്ലൂറലാണ്. അത് ഫ്രണ്ട് എന്നല്ല തന്നിരിക്കുന്ന ഫ്രണ്ട്സ് എന്നാണ്. അപ്പം ഇവിടെ നമുക്ക് വ്യത്യസ്തമായ സബ്ജക്റ്റുകളെ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. വെൻ ടു ഡിഫറൻറ്റ് സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ, ഓർ വെൻ ടു ഡിഫറൻറ്റ് നൗൺസ് ആർ കമ്പൈൻഡ് ബൈ ഐദർ ഓർ. രണ്ട് വ്യത്യസ്ത നാമങ്ങളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കമ്പൈൻ ചെയ്യുകയാണ്. ദ വേർബ് എഗ്രീസ് വിത്ത് ദി സെക്കൻഡ് സബ്ജക്റ്റ്. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്രാധാന്യം വരും. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലറാണോ പ്ലൂറലാണോ, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പോൾ ക്രിയ എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. സോ ഈ ഭാഗത്താണ് തെറ്റ് വരുന്നത്. ഹാസ് കംപ്ലീറ്റഡ് എന്നല്ല വേണ്ടത്, ഹാവ് കംപ്ലീറ്റഡ് എന്നാണ്. ആൻസർ ഹാവ് കംപ്ലീറ്റഡ് എന്ന്. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് നമ്മൾ നോക്കും. പക്ഷെ അതേസമയം ഹിസ് ഫ്രണ്ട് എന്നായിരുന്നുവെങ്കിൽ ആ വാചകത്തിൽ ദർ ഈസ് നോ മിസ്റ്റേക്ക്, എന്തില്ല, ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഫ്രണ്ട്സ് എന്ന് തന്നത് കൊണ്ട് രണ്ടാമത് നമ്മൾ ഹാസ് അല്ല വേണ്ടത്, ഹാവ് എന്നാണ്. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ ഓക്സിലറി വേർബ്, പ്ലൂരൽ സബ്ജക്റ്റ് നീഡ്സ് പ്ലൂരൽ ഓക്സിലറി വേർബ്. സോ ഇവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഹാവ് കംപ്ലീറ്റഡ് എന്നായി മാറി. അഞ്ചാമത്തെ എന്താ, എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പെർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. ഒരു അനുവദിച്ച സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു വൺ വേർഡാണ്. യെസ്, അതിന് നമ്മൾ പറയും ഡെഡ് ലൈൻ എന്നാണ്. ആൻസർ എന്താണ്, ഡെഡ് ലൈൻ. ഇത് മുൻവർഷം 4-5 എക്സാമിന് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ് ലെറ്റർ ഡേ എന്നാണ്. റെഡ് ലെറ്റർ ഡേ, റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞ് എന്താ ഉദ്ദേശിക്കുന്നത്, റെഡ് ലെറ്റർ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മരണീയ ദിനം എന്നാണ്. എ മെമ്മറബിൾ ഡേ എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിൻ്റെ ഭാഗത്തും ചോദിക്കുന്ന സാധനമാണ്. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന് വൈൽഡ് ഗൂസ് ചേസ് എന്നാണ് ചോദിച്ചത്. എയ്സിൻ്റെ മെറ്റീരിയലിനകത്ത് വൈൽഡ് ഗൂസ് ചേസ് എന്നതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്നുണ്ട്. അത് ഇഡിയം എന്ന ഒരു ശൈലിയിൽ വരുന്ന സാധനമാണ്. അത് മലയാളത്തിൻ്റെ ഭാഗത്തും ചോദിച്ചിരിക്കുന്നു. അതേപോലെ റെഡ് ലെറ്റർ ഡേ എന്നത് മുൻവർഷത്തെ LD ക്ലർക്കിനെ ചോദിച്ചതാണ്. 14 ജില്ലയ്ക്കും ഒറ്റ ക്വസ്റ്റ്യനായിട്ട് LD ക്ലർക്ക് നടന്നപ്പോൾ അതിന് ചോദിച്ചതാണ് റെഡ്
ലെറ്റർ ഡേ എന്നതിൻ്റെ മലയാളം സ്മരണീയ ദിനം, ഓർമ്മ ദിനം എന്നാണ്. ഇംഗ്ലീഷ് ചോദിച്ചാൽ എ മെമ്മറബിൾ ഡേ എന്നാണ്, അല്ലെങ്കിൽ ആൻ അൺഫർഗറ്റബിൾ ഡേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റ് പേപ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ധവളപത്രം എന്നാണ്. ആൻ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്നാണ്, ഔദ്യോഗിക രേഖ എന്നാണ്. വൈറ്റ് പേപ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മലയാളം ചോദിച്ചാൽ ധവളപത്രം എന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആൻ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്നാണ് പറയുക, ഔദ്യോഗിക രേഖ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ 11th അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലാസ്റ്റ് മൊമെൻറ്റ് എന്നാണ്, അവസാന നിമിഷം എന്നാണ്. അപ്പോൾ ഡെഡ് ലൈൻ എന്നാണ് ഇവിടെ ആൻസർ. ബാക്കിയുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് ലെറ്റർ ഡേ എന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റ് പേപ്പർ എന്നതും അതുപോലെ തന്നെ ഇതെല്ലാം എക്സാമിന് സ്വാഭാവികമായി റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ? സ്പെല്ലിംഗ് ആണ്. സ്പെല്ലിംഗ് ചോദിക്കുന്ന സമയത്ത് പാസ് കൂട്ടണ ടൈം എന്നതാണ്. പാസ് കൂട്ടണ ടൈം. പാസ് കൂട്ടണ ടൈം എന്തായി മാറി? പാസ് ടൈം എന്നായി മാറി. പലർക്കും തെറ്റിപ്പോകുന്ന സാധനമാണ്. പാസ് എന്ന് എഴുതുമ്പോൾ എത്ര എസ് വരുന്നു? 2 എസ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായി പാസ് കൂട്ടണം ടൈം, അത് നമ്മൾ ചെയ്യിക്കുന്ന സമയത്ത് അതിലൊരു അക്ഷരം എന്ത് ചെയ്യുന്നു? ഇല്ലാതാകുന്നു, ലോപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി എന്താ വരിക? നമ്മൾ പാസ് ടൈം എന്നാണ്. ആൻസർ PASTIME എന്നാണ്. അതേപോലെ ചോദിക്കുന്ന വേറൊരു വേർഡാണ് ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. BSNL ഓഫീസിൻ്റെ മുമ്പിൽ, സർക്കാർ ഓഫീസിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ട് കാണാം, അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നതായിരിക്കും. അതിൽ ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. യെസ്, അവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു എസ് മാത്രം ഉപയോഗിക്കുന്നു. എവിടെ? ട്രസ്പാസേഴ്സ് എന്നതിൽ, ട്രസ് എന്നതിൽ. അങ്ങനെയാണ് പാർട്ടേക്ക് എന്നാണ്. പാർട്ടേക്കും ഇതേപോലെ ചോദിക്കുന്നൊരു സ്പെല്ലിംഗ് ആണ്. നെക്സ്റ്റ് എന്താ? ഷീ ഈസ് സഫറിങ് ഫ്രം തനാറ്റോഫോബിയ എന്നാണ്. തനാറ്റോഫോബിയ, ഫോബിയാസ് അല്ലെങ്കിൽ ഫോബിയാസ് എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വൊക്കാബുലറി സെക്ഷനാണ് കേരള PSC എക്സാമിന്. അകാരണമായ പേടി. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത് എന്ന് ആർക്കും അറിയില്ല. ഇത് സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു ഭയമാണ്. അതിനെയാണ് നമ്മളെന്ത് വിളിക്കുക? ഫൗബിയ അല്ലെങ്കിൽ ഫോബിയ എന്ന് വിളിക്കുക. ഇവിടെ എന്താ തനാറ്റോഫോബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2024 ഫയർ വുമണിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ സാധനം. ഫെബ്രുവരി മാസം 10-ാം തീയതി 2024 നടന്ന സമയത്ത് ചോദിച്ചതാണ്. യെസ്, ഇവിടെ ഫിയർ ഓഫ് ഡെത്ത് എന്നാണ് ആൻസർ വരിക. ഫിയർ ഓഫ് ഡെത്ത്. അങ്ങനെയാണെങ്കിൽ ഫിയർ ഓഫ് സ്നേക്ക് നമ്മൾ പറയും. മുൻവർഷത്തെ തസ്തിക വഴിമാറ്റം LD ക്ലർക്ക് എക്സാമിന് നമ്മളോട് ചോദിച്ചതാണ് ഫിയർ ഓഫ് സ്നേക്ക്. ഒഫിയോഫോബിയ അല്ലെങ്കിൽ ഒഫിഡിയോഫോബിയ. ഒഫിയോഫോബിയ അല്ലെങ്കിൽ ഒഫിഡിയോഫോബിയ, അതാണ് ഏത്? ഫിയർ ഓഫ് സ്നേക്ക്. അങ്ങനെയാണെങ്കിൽ ഫിയർ ഓഫ് ഡാർക്ക്നെസ് മുൻവർഷം ചോദിച്ചതാണ് നിക്റ്റോഫോബിയ. ഇരുട്ടിനെ കാണുമ്പോഴുള്ള പേടി, ഇരുട്ടാകുമ്പോഴുള്ള ഭയം, അതിനെ നമ്മൾ പറയും നിക്റ്റോഫോബിയ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഫിയർ ഓഫ് ബേർഡ്സ്, പക്ഷികളെ കാണുമ്പോഴുള്ള പേടി, ഓർണിത്തോഫോബിയ. അപ്പോൾ നമുക്കറിയാം സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് ഓർണിത്തോളജി. അങ്ങനെയാണെങ്കിൽ ഫിയർ ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് ഓർണിത്തോഫോബിയ. യെസ്, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് മുൻവർഷം ചോദിച്ചുള്ള സാധനം. യെസ്, നെക്സ്റ്റ് ഹീ ഈസ് എ ബിഗ് ചീസ്. ഇഡിയത്തിൻ്റെ മീനിങ് ഇംഗ്ലീഷ് ചോദിക്കാം, മലയാളത്തിൽ ചോദിക്കാം. ഡയാന ടോൾഡ് മീ ബിഗ് ചീസ്. ഇവിടെ ബിഗ് ചീസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ബിഗ് ചീസ് എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നാണ്. സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആള് എന്നാണ്. ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നാണ് ബിഗ് ചീസ് എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഇൻവേർഷൻ എന്ന പാർട്ടാണ്. ഇൻവേർഷൻ എന്താ? ഇൻവേർഷൻ ദ റിവേഴ്സിംഗ് ഓർഡർ ഓഫ് എ സെൻറ്റൻസ്. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് ഈ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ തലതിരിക്കുന്നു. ദ റിവേഴ്സിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്, വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന ക്രമത്തിലേക്ക് മാറ്റും. നേരത്തെ സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്ന പാറ്റേൺ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവേർഷനിലേക്ക് മാറ്റുമ്പോൾ യെസ് വേർബ് പ്ലസ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ? ആ വാചകം ദാറ്റ് സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് എ നെഗറ്റീവ് വേർഡ്. ഏതുകൊണ്ട് ആരംഭിക്കുന്നത്? ഒരു നെഗറ്റീവ് വേർഡ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. യെസ്, നെവർ എന്ന് വെച്ചിട്ടാണ്. ഇഫ് എ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് എ നെഗറ്റീവ് വേർഡ്, ഏതുകൊണ്ട് ആരംഭിക്കുന്നു എങ്കിൽ ഒരു നെഗറ്റീവ് വേർഡ് കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇൻവേർഷൻ്റെ മാതൃക, ദ ഫോം ഓഫ് ഇൻവേർഷൻ ഈസ് നെഗറ്റീവ് വേർഡ് പ്ലസ് NW എന്ന് ഉദ്ദേശിച്ചത് നെഗറ്റീവ് വേർഡ് എന്നാണ്. നെഗറ്റീവ് വേർഡ് പ്ലസ്
വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ്, അങ്ങനെയുള്ള ഓർഡർ പ്രകാരം യെസ്. മാത്രമല്ല നെവർ എന്നത് ഒരു ടൈം വേർഡാണ്. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാം? ഒന്ന് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം, മറ്റത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം. ഹാബിച്വൽ ആക്ഷനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ ഉപയോഗിക്കാം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം. ഇനി ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഹാവ് യു എവർ ബീൻ ടു ഡൽഹി എന്ന് ചോദിച്ച് അതിൻ്റെ ഉത്തരം പറയുന്ന സമയത്ത് ഐ ഹാവ് നെവർ ബീൻ ടു ഡൽഹി. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ വാചകം ഏതിലാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. നെവർ എന്ന നെഗറ്റീവ് വേർഡ് കൊണ്ടാണ് ആരംഭിച്ചത്. അപ്പോൾ നെഗറ്റീവ് വേർഡ് പ്ലസ് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഹാവും ഹാസും ആണ്. പക്ഷെ ഐ എന്നതിനോട് കൂടി ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഉത്തരം നെവർ ഹാവ് ഐ ഹേർഡ്. യെസ്, ആൻസർ അതാണ്. ഇത് ഇൻവേർഷൻ എന്ന പാർട്ടാണ്. അടുത്തതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെട്ടും ഭാണ്ഡവും എന്ന അർത്ഥം വരുന്ന, മലയാളത്തിൽ കെട്ടും ഭാണ്ഡവും എന്ന അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് ബാഗ് ആൻഡ് ബാഗേജ് എന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? അതിന് മീനിങ് ആണ് ചോദിച്ചത്. ഇംഗ്ലീഷ് മീനിങ് ആണ്. യെസ്, വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ് എന്നാണ്. ഒരാളുടെ എല്ലാ സാധന സാമഗ്രികളും എന്ന അർത്ഥത്തിലാണ് ഏത് ഉപയോഗിച്ചിരിക്കുന്നത്? യെസ്, ബാഗ് ആൻഡ് ബാഗേജ്. ഇവിടെ ശ്രദ്ധിക്കണം, മുൻവർഷത്തെ എക്സാമിന് ചോദിച്ചതാണ് ദ ബാഗേജ് ഈസ് റിയലി ഹെവി എന്നാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ദ ബാഗേജ് എന്നാണ് സബ്ജക്റ്റ്. ബാഗേജ് എന്നത് നമുക്ക് ഏതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡാണ്? ലഗേജ് എന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡാണ് ബാഗേജ് എന്നത്. ലഗേജ് എന്നതും സിംഗുലറാണ്, ബാഗേജ് എന്നതും സിംഗുലറാണ്. അപ്പോൾ സ്വാഭാവികമായി ഓക്സിലറി വെർബ് എന്ത് ഉപയോഗിക്കും? നമ്മൾ ഈസ് എന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ വാസ് എന്ന് ഉപയോഗിക്കും. ഇവിടെ നമ്മളോട് ഒരു പെയർ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, പെയർ വേർഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അത് സബ്ജക്റ്റ് ആയിട്ട് മാത്രം വരാം. അപ്പോൾ ഇവിടെ ഉത്തരം വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ് എന്നാണ്. അടുത്തായിട്ട് സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് പ്ലൂറൽ വേർബ്. ദ കാറ്റ് എന്നതാണ് ആ വാചകത്തിലെ സബ്ജക്റ്റ്. അതിനുശേഷം ദ മൈസ് എന്നതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഈ വാചകത്തിൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. ഹിയർ ദ കാറ്റ് ഈസ് ദ സിംഗുലർ സബ്ജക്റ്റ്. ഇവിടെ കാറ്റ് എന്നത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ക്രിയയും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ആൻസർ പ്രകാരം ഈറ്റ്സ് എന്നാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ കഴിഞ്ഞ 2026 എക്സാമിന് ചോദിച്ചതാണ് ലൗസ് എന്ന വാക്കിൻ്റെ പ്ലൂരൽ എന്താണ് എന്നാണ്. ലൗസ് എന്ന് പറഞ്ഞാൽ പേൻ എന്നാണ് പറയുക. പേൻ, തലയിലുണ്ടാവുന്ന സാധനം, പേൻ. യെസ്, ലൗസ് എന്നാണ്. ഈ ലൗസ് എന്നതിൻ്റെ പ്ലൂറൽ ചോദിച്ചാൽ അത് ലൈസ് എന്നാണ്. LICE. ലൗസ് എന്നതിൻ്റെ പ്ലൂറൽ ലൈസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മൗസ്, കമ്പ്യൂട്ടറിൻ്റെ എല്ലാം മൗസ് കണ്ടിട്ടുണ്ടാവും. മൗസ്, ചുണ്ടനിലി എന്ന അർത്ഥത്തിൽ നമ്മൾ മൗസ് ഉപയോഗിക്കും. മൗസിൻ്റെ പ്ലൂറൽ മൈസ് എന്നാണ്. MICE. ലൗസ്, ലൈസ്, മൗസ്, മൈസ്. ഇനി നമ്മളോട് ചോദിക്കുക എന്താണെന്നറിയോ? യെസ്, പേനിൻ്റെ കുഞ്ഞിന് പറയുന്ന പേര് യങ് വൺ ഓഫ് ലൗസ്. അതിന് നമ്മൾ പറയും ഈര് എന്നൊക്കെയാണ് പറയുക. നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ ഈര് എന്നൊക്കെയാണ് പറയുക. യെസ്, അതിൻ്റെ കുഞ്ഞിന് ഇംഗ്ലീഷ് നമ്മൾ പറയും നിറ്റ് എന്നാണ് പറയുക. നെറ്റല്ല, നിറ്റ്, NIT. യെസ്, ചൂസ് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്നാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് 2026 ചോദിച്ചതായ ചോദ്യമാണ്. ദിസ് ടെക്സ്റ്റ് ഈസ് യൂഷ്വലി പ്രിസ്ക്രൈബ്ഡ് ഡാഷ് ദ ഗ്രാജുവേറ്റ് ലെവൽ എന്നാണ്. പ്രിസ്ക്രൈബ്ഡ് പ്ലസ് അറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻജൂറിയസ് +2 ആണ്. ഇൻജൂറിയസ് +2 ആണ്. ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നാണ് പറയുക. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ചലച്ചിത്രമൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കാണും സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നാണ്. അടുത്തത് വൺ വേർഡ് ആണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള സാധനമാണ്. വിച്ച് വേർഡ് മീൻസ് ഹാവിങ് പ്രാക്ടിക്കൽ നോളജ് ഓർ സ്കിൽ എന്നാണ്. അവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഇൻജീനിയസ് എന്ന വാക്കാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻജീനിയസ്. 2026 ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചുള്ളതായ സാധനം ഇൻജീനിയസ്.
മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ്, അത് റിപ്പീറ്റഡായി വീണ്ടും വന്നിരിക്കുന്നു കഴിഞ്ഞ എക്സാമിന്. അപ്പോൾ സ്വാഭാവികമായും പ്രിഫർ എന്നൊരു വേർഡാണ്. പ്രിഫറിന് ശേഷം എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത് ടു എന്നാണ്. അങ്ങനെയാണെങ്കിൽ 2026 മെയ് മാസം 6-ാം തീയതി നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA വിജ്ഞാപനം, 6ഓളം ജില്ലകളിലേക്ക് നടന്ന സംവരണ സമുദായക്കാർക്ക് വേണ്ടിയുള്ള പരീക്ഷ. ആ എക്സാമിന് നമ്മളോട് ചോദിച്ചത് ഈ വർഷം മാറിയ 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ 22ാമത്തെ പേജിലെ ഒരു വേർഡാണ് ചോദിച്ചത്. 22ാമത്തെ പേജിലെ ഒരു വേർഡാണ് ചോദിച്ചത്. അത് മറ്റൊന്നുമല്ല, അത് എൽഡർ എന്നാണ്. 4 വാചകങ്ങൾ നമുക്ക് തന്നിട്ട് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് വൺ എന്ന് ചോദിച്ചു. അവിടെ നമുക്ക് എൽഡറിന് ശേഷം എപ്പോഴും ടു മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അതേ ഓപ്ഷനിലുണ്ടായ വേറൊരു വേർഡാണ് ഓൾഡർ എന്നത്. 2026 മെയ് മാസം 6-ാം തീയതി നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാമിന് ആ ഓപ്ഷൻ ഉണ്ടായത് ഓൾഡർ എന്നത്. ഓൾഡർ എന്നതിന് ശേഷം ദാന ഉപയോഗിക്കുക, എൽഡർ എന്നതിന് ശേഷം ടു ആണ് ഉപയോഗിക്കുക. 10ാം ക്ലാസ്സിൻ്റെ മാറിയ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. LP-UP കുട്ടികൾക്ക് ഏറ്റവും ഗുണകരമാണ് ഈ ഒരു കണ്ടൻറ്റ്. എയ്സിൻ്റെ എല്ലാ ക്ലാസ് മുറികളിലും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഈ ഒരു വൊക്കാബുലറി. അടുത്തായിട്ട് എന്താ, ഫ്രേസൽ വേർബുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രേസൽ വേർബുമായി ബന്ധപ്പെട്ടത് മെനി പീപ്പിൾ ഡാഷ് ദ പുവർ എന്നാണ്. ഒരുപാട് ആളുകൾ, പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? അവഗണിക്കാറുണ്ട്. സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ എന്ത് ചെയ്യാറുണ്ട്? അവഗണിക്കാറുണ്ട്. അവഗണിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വേർബാണ് ലുക്ക് ഡൗൺ ഓൺ, അല്ലെങ്കിൽ ലുക്ക് ഡൗൺ അപ്പോൺ. നെഗ്ലക്റ്റ് ഓർ കൺസിഡർ ആസ് ഇൻഫീരിയർ എന്ന, തന്നെക്കാട്ടിയും താഴെയാണ് ചിന്തിക്കുക, എല്ലാവരും തനിക്കും താഴെയാണ് എന്നൊരു ചിന്ത, അതാണ്. അങ്ങനെയാണെങ്കിൽ ലുക്ക് ഇൻ ടു എന്നതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ്. ഒരുപാട് തവണ എക്സാമിന് വന്നിട്ടുള്ള ഫ്രേസൽ വേർബ്സ് ആണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻവെസ്റ്റിഗേറ്റ്, കുറ്റാന്വേഷണം നടത്തുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലുക്ക് ആഫ്റ്റർ എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം ടേക്ക് കെയർ ഓഫ് എന്നാണ്. സംരക്ഷിക്കുക, പരിപാലിക്കുക എന്നാണ്. ടു ടേക്ക് കെയർ ഓഫ്. അങ്ങനെയാണെങ്കിൽ ലുക്ക് ഫോർ എന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് മീൻസ് സെർച്ച് എന്നാണ്. അന്വേഷിക്കുക, തിരയുക എന്ന അർത്ഥം വരുന്ന പദം. ഇനി ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് മെനി എന്ന വേർഡ്. മെനി എന്നതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ നൗൺസ്. ഏതിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? എണ്ണാൻ സാധിക്കുന്ന നാമങ്ങളുടെ കൂടെ. നൗൺസ് ആർ ഡിവൈഡഡ് ഇൻ ടു കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പീപ്പിൾ, ജനങ്ങൾ എന്നാണ്. അതൊരു കൗണ്ടബിൾ നൗണാണ്. ആ കൗണ്ടബിൾ നൗണിൻ്റെ മുൻപിലാണ് ഏത് വന്നിരിക്കുന്നത്? മെനി എന്ന് വന്നിരിക്കുന്നത്. എന്നാൽ മച്ച് എന്നത് എവിടെ ഉപയോഗിക്കുക? മച്ച് ഈസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. ഏതിൻ്റെ കൂടെ ഉപയോഗിക്കും? എണ്ണാൻ സാധിക്കാത്ത നാമങ്ങളുടെ കൂടെ. എന്നാൽ മെനി എന്നത് ഏതിൻ്റെ കൂടെ ഉപയോഗിക്കുക? എണ്ണാൻ സാധിക്കുന്ന നാമങ്ങൾ ബഹുവചന രൂപത്തിൽ. അടുത്തായിട്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന പാർട്ടിൽ നിന്നും എടുക്കുന്നതാണ് ഈ ഒരു ചോദ്യം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന പാർട്ട് മാറിയ പുതിയ 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ്, അതായത് 2026 മക്കൾ പഠിക്കുന്ന 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലും 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിലും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന പാർട്ടുണ്ട്. അതേപോലെ തന്നെ 2025 മാറിയ 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് 22ാമത്തെ പേജിലും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. യെസ്, ഫാർ എന്നാണ്. ഫാർ എന്നതിൻ്റെ കമ്പാരിറ്റീവ് വേർഡ് ഫാർദർ എന്നാണ്. FARTHER. സൂപ്പർലേറ്റീവ് ഫാർദസ്റ്റ് എന്നാണ്. അടുത്തായിട്ട് ഫർദർ എന്നാണ്. അടുത്തത് ഫർദസ്റ്റ് എന്നാണ്. ഫാർ, ഫാർദർ, ഫാർദസ്റ്റ്, ഫർ, ഫർദർ, ഫർദസ്റ്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മാർക്കറ്റ് ഈസ് അറ്റ് ദ ഡാഷ് എൻഡ് ഓഫ് ദ സിറ്റി എന്നാണ്. ഫാർ എന്ന് പറഞ്ഞാൽ ഇതിന് 2 കമ്പാരിറ്റീവ് വേർഡ് ഉണ്ട്. ഫാർ എന്നതിന് 2 കമ്പാരിറ്റീവ് വേർഡ് ഉണ്ട്, 2 സൂപ്പർലേറ്റീവ് വേർഡ് ഉണ്ട്. ഒന്ന് ഫാർദർ എന്നും മറ്റത് ഫർദർ എന്നുമാണ്. പിന്നെയോ ഫാർദസ്റ്റ് എന്നും ഫർദസ്റ്റ് എന്നുമാണ്. ഈ ഫാർദർ എന്നതും ഫാർദസ്റ്റ് എന്നതും ദീസ് 2 വേർഡ്സ് ഷോ, ഈ 2 പദങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് എന്താ? ദീസ് 2 വേർഡ്സ് ഷോ ഡിസ്റ്റൻസ്. എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? ദൂരത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്, അകലത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. എന്നാൽ ഫർദർ എന്നതും ഫർദസ്റ്റ് എന്നതും ഷോസ് അഡീഷണൽ എന്നാണ്, കൂടുതലായിട്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. എങ്ങനെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണെന്ന് മനസ്സിലാക്കിയത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ സൂപ്പർലേറ്റീവ് വേർഡ്. അപ്പോൾ ഈ വാചകത്തിൽ എന്ത് തന്നിട്ടുണ്ട്? യെസ്, നമുക്ക് തന്നിട്ടുണ്ട് ദ എന്ന ആർട്ടിക്കിൾ. അപ്പോൾ ആൻസർ പ്രകാരം സൂപ്പർലേറ്റീവ് വേർഡാണ് വേണ്ടത്.
പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കിയാലും ഇത് കമ്പാരിറ്റീവ് വേർഡാണ്, ഇത് കമ്പാരിറ്റീവ് വേർഡാണ്, ഇത് തൂവൽ എന്ന അർത്ഥത്തിലുള്ള പദമാണ്. അപ്പോൾ ആൻസർ എന്തേ വരാൻ പാടുള്ളൂ? ഫാർദസ്റ്റ് എന്നേ വരും. അടുത്തതായിട്ട് എന്താ വരുന്നത്? രാഹുൽ ഈസ് ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. തൊട്ട് മുൻപിൽ നമ്മൾ ജെറണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞതാണ് C+ing സീയിങ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന വാചകത്തിൽ ഭക്ഷിക്കുക, കഴിക്കുക, തിന്നുക എന്നർത്ഥം വരുന്ന പദമാണ് ഈറ്റ്. അതിനോടുകൂടി ing ചേർത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഈറ്റിംഗ് എന്ന് കിട്ടി, ഭക്ഷിക്കൽ, കഴിക്കൽ എന്നർത്ഥം കിട്ടി. ഈ വാചകത്തെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജെറണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ആൻസർ എന്താ വരിക? ഈറ്റിംഗ് എന്നാണ്. ഇപ്പോൾ ജെറണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും നമ്മളോട് ചോദിക്കുന്നതാണ്. 2026 ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് 4 വാചകങ്ങൾ തന്നിട്ട് ജെറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യെസ്, വീണ്ടും ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യം. ഏറ്റവും കൂടുതൽ ചില എക്സാമിന് 2-3 ആർട്ടിക്കിളൊക്കെ വരാറുണ്ട് ഒരേ ചോദ്യ പേപ്പറിൽ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? സ്വരാക്ഷരം കൊണ്ട് ആരംഭിച്ച് ഉച്ചാരണം സ്വരാക്ഷരം. സ്വരാക്ഷരം കൊണ്ട് ആരംഭിച്ച് ഉച്ചാരണം സ്വരാക്ഷരം തന്നെ വന്നാൽ അതിൻ്റെ മുൻപിൽ നമ്മൾ ഏതാ ചേർക്കുക? ഒരു എന്ന അർത്ഥത്തിൽ ആൻ ഉപയോഗിക്കും. ഒരു. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓപ്പർച്യൂണിറ്റി എന്ന വാക്ക് മുൻവർഷം സ്പെല്ലിങ് ചോദിച്ചൊരു വാക്കും കൂടിയാണ്. ഇവിടെ ഒരു വടിക്ക് 2 പക്ഷിയാണ്. ഓപ്പർച്യൂണിറ്റി എന്നതിൻ്റെ മുമ്പിൽ ചേർക്കുന്ന ആർട്ടിക്കിൾ ആൻ എന്നാണ്. ഇനി ഓപ്പർച്യൂണിറ്റി എന്ന വാക്കിൻ്റെ സ്പെല്ലിങ് OPPORTUNITY. യെസ്, അങ്ങനെയാണെങ്കിൽ ഐ ഡാഷ് മൈ എൽഡേഴ്സ് എന്നാണ്. ഇവിടെ നമുക്ക് സ്റ്റേറ്റീവ് വേർബ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റിക് വേർബ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സം വേർബ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദി കണ്ടിന്യൂസ് സെൻസ്. ചില ക്രിയകൾ എന്ത് ചെയ്യാറില്ല? കണ്ടിന്യൂസ് സെൻസ് ഉപയോഗിച്ച് പറയാറില്ല. ദേ ആർ കോൾഡ് സ്റ്റേറ്റീവ് വേർബ്സ് ഓർ സ്റ്റേറ്റിക് വേർബ്സ് എന്നാണ് പറയുക. അതിലൊരു വേർബാണ് ഏത്? റെസ്പെക്റ്റ് എന്നത്, കണ്ടെയ്ൻ എന്നത്, പൊസസ് എന്നത്, റിമെമ്പർ എന്നത്, ഫർഗെറ്റ് എന്നത്, ലൈക്ക് എന്നത്, ഡിസ്ലൈക്ക് എന്നതെല്ലാം ഓൾ ദീസ് വേർഡ്സ് ആർ സ്റ്റേറ്റീവ് വേർബ്സ്. അപ്പോൾ ഇവിടെ ആൻസർ ഐ റെസ്പെക്റ്റ് മൈ എൽഡേഴ്സ് എന്നാണ്. ഐ റെസ്പെക്റ്റ് മൈ എൽഡേഴ്സ്. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുക? എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദേ ബിഗിൻ വിത്ത് ഓക്സിലറി വെർബ്. എന്തുകൊണ്ട് ആരംഭിക്കും? ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഡു യു നോ ഇംഗ്ലീഷ് എന്നായിരിക്കണം. ഡു യു നോ ഇംഗ്ലീഷ് എന്നായിരിക്കണം. അപ്പോൾ അതിന് മുൻപായി എന്താ ഉള്ളത്? ഐ നോ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം അല്ലേ? ഐ നോ ഇംഗ്ലീഷ്. അപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാമോ എന്നാണ്. അപ്പോൾ ഞാൻ പറയും യെസ് ഐ നോ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഈ നോ എന്നതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടുത്തെ മെയിൻ വെർബ് നോയാണ്. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക ഇംഗ്ലീഷിൽ? നോ ഈസ് ഈക്വൽ ടു ഏതിന് തുല്യമാണ്? യെസ്, ഇത് തുല്യമാകുന്നു. ഏതിന് തുല്യമാകുന്നു? ഡോ പ്ലസ് നോ. അവിടെ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തു. ഡോ പ്ലസ് നോ. അപ്പോൾ ഡോ പ്ലസ് നോ. അപ്പോൾ ഈ സ്വാഭാവികമായും ഈ വാചകത്തിൽ ചോദ്യം ഇങ്ങനെയാണ് വരിക, ഡു. അല്ല, ഡു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന് ശേഷം മെയിൻ വെർബ് വരും. മെയിൻ വെർബ് വരുമ്പോൾ എന്താ വരിക? നോ എന്നാണ്. അപ്പോൾ ഡു യു നോ ഇംഗ്ലീഷ്? ഐ നോ ഇംഗ്ലീഷ്. ഡു യു നോ ഇംഗ്ലീഷ്? ആർ യു എ സ്റ്റുഡൻറ്റ്? യെസ്, ഐ ആം എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഡു നോ എന്നാണ്. ഇങ്ങനെയുള്ള പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി എല്ലാവർക്കും.